ഹലോ കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഒത്തിരി നാളായില്ലേ നമ്മളൊന്ന് കണ്ടിട്ട്. ഇന്ന് സാറ്റർഡേ ഇവിടെ മെൽബണിൽ സ്കൂൾ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും തിങ്കളാഴ്ച തൊട്ടാണ്. അപ്പം ഞങ്ങൾ നേഴ്സിംഗ് തൊട്ട് പഠിച്ച 3 പേര് ഇവിടെയുണ്ട്, മെൽബണിലുണ്ട്. ഞാൻ, ജിബി, അപർണ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഗെറ്റ് ടുഗദർ ജിബിയുടെ വീട്ടിൽ വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലഞ്ച് കഴിച്ചിട്ട് ഞാനും രതീഷും ജിബിയുടെ സ്റ്റീഫൻ്റെ അടുത്ത് പോകുന്നു. ഞങ്ങളവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നു. വൈകുന്നേരത്തേക്ക് നമ്മൾ കപ്പ ബിരിയാണിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈകിട്ട് ചോറും കറികളും. ഇപ്പം ഞാനുണ്ടാക്കുന്നത് മോരും മീൻകറിയും തോരനുമാണ്. ശരിക്കും മീൻകറി തലേദിവസം ഉണ്ടാക്കി വെക്കേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ ഡ്യൂട്ടി ആയതുകൊണ്ട് പറ്റിയില്ല. സാരമില്ല, നമുക്ക് പെട്ടെന്ന് കറികൾ ഉണ്ടാക്കാം. ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടേക്കാം. ചൂടാണോ? അപ്പം നമ്മൾ കപ്പ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിബിയുടെ അമ്മ എന്തൊക്കെയോ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രതീഷാണ് ബീഫ് കട്ട് ചെയ്യുന്നത്. ജിബി അമ്മയും കൂടിയാണ് സബോളയും വെളുത്തുള്ളിയും ശരിയാക്കുന്നത്. പിന്നെ പിള്ളേർ സെറ്റ് അവിടെ മുറിയിലിരുന്ന് TV കാണുന്നു ആസ് യൂഷ്വൽ. പിന്നെ എന്താ, ഇവിടെ ദേ കപ്പ അടുപ്പേ കയറി, വലിയ ചെരുവത്തിൽ അടുപ്പേ കയറി. ജിബിക്ക് സ്റ്റീഫനും നമ്മുടെ കൂട്ടത്തിൽ കുക്കിംഗ് ഏറ്റവും പാഷനുള്ള 2 ആൾക്കാരാണ് കേട്ടോ. ഇപ്പം എന്താ ഇവരുടെ കൂട്ടത്തിൽ അമ്മയുണ്ട്. അപ്പം കുക്കിംഗ് അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ജിബി ഇവിടെ അതെ ജിബി അത് ഏറ്റെടുത്തു അമ്മയുടെ കയ്യിൽ നിന്ന്. കട്ടിങ് നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ണ് നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കപ്പ ബിരിയാണിക്കുള്ള എല്ല് ശരിയാക്കുവാണ്. സ്റ്റീഫൻ അതിന് പൊടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കപ്പ ബിരിയാണിക്കുള്ള കപ്പ വെന്ത് കഴിയുമ്പോൾ അതിന്റെ വെള്ളം ഊറ്റാനുള്ള ഉത്സാഹവതികളായ കോഴികൾ സ്റ്റീഫൻ സാറിനെ കണ്ടപ്പോൾ അടുത്തേക്ക് വരുന്നുണ്ട്. കോഴി ചേച്ചിമാർ എടാ ഒന്ന് പിടിച്ചടാ, ഒന്ന് തട്ടിയിട്ടടാ. ഇട്ടോ, അതിനകത്തേക്ക് ഇടാനാണോ? ഇല്ല മൊത്തം വെള്ളം ഒഴിക്കുന്നത്. മൊത്തം നമുക്ക് എടുക്കണം. കുറച്ച് നമുക്ക് വരട്ടാനും കൂടെ എടുക്കാം അല്ലേ? പിന്നെ ഒത്തിരി അരച്ചു ഞാൻ അതുപോലെ ഞാൻ എവിടെയാ നമ്മൾ കാലുകൊണ്ട് പിടിക്കുന്നത്? വെള്ളം ഒഴിച്ചടാ, ഇത് മുറിയും പോകണം. അത് ശരി. വെള്ളം ഒഴിക്കണോ?
ആഗ്രഹം കൊണ്ട് മാത്രമാണ് തിളച്ച വെള്ളം ഇല്ലെങ്കിലും കൂട്ടായിലോട്ട് വെയിറ്റ് സാറേ. ഇത് ചെറിയ പരിപാടിയല്ല. ഇതിന്റെ പരിപാടി എന്ന് പറയാം അത് ഏത് ഫുഡും പൊറോട്ട അടിക്കാൻ ചെറിയ പരിപാടിയാണ്. ആണോ അല്ലയോ? ഒരു 2 പൊറോട്ട ഉണ്ടാക്കുന്നു ഞാൻ. കഴിഞ്ഞ വെച്ചേ പീസ് ഓഫ് പേപ്പർ അത് കുറച്ച് ചെയ്തിരിക്കുന്നതാണ്. അതെ തലേന്നാണ്. ലാസ്റ്റത്തെ കത്തിവടിയാണല്ലോ ഇത് ഞങ്ങള് നമ്മുടെ കോട്ടയംകാര് മൂടൊടക്കൽ എന്ന് പറയും. ഇത് നീ കബോർഡിലേക്ക് വെച്ചാൽ ഇങ്ങനെ ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ. കണ്ടല്ലേ പാത്രം വല്ല സ്പൂൺ കൊടുക്കും. അമ്മ വിചാരിക്കുന്നത് ഇത്ര ദാരിദ്ര്യാണോ ചെറുക്കന്. അത് ഇനി ഒത്തിരി ഇട്ട് ഉരക്കണ്ടേ ഏട്ടാ അത്. ഞാനത് കഴിയുമ്പോൾ വെച്ചോ അതെ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആണോ ഉറപ്പാണോ? അത്രയും നമുക്ക് വെള്ളം ഒഴിക്കണം. ഇത്ര നാളെ